വചനമൊഴി ഡിസംബർ 18. വചനഭാഗം എഫേസോസ് 2:14-22, യോഹന്നാന്റെ സുവിശേഷം 14:1-6. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ 28 മൈലാപ്പൂരുള്ള മാർത്തോമാ ശ്ലീഹ പ്രത്യേകം വണങ്ങുന്ന ദിവസമാണ്. മാർത്തോമാ ശ്ലീഹായുടെ വണക്ക ദിവസം പ്രത്യേകമായി തിരുവചനത്തിൽ നാം ധ്യാനിക്കുന്നത് ഈശോയും തോമാസ് ശ്ലീഹായും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. വഴിയും സത്യവും ജീവനുമായി ഈശോയിലേക്ക് ഭാരത മക്കൾക്ക് പാത തുറന്നു തന്ന, വഴി തുറന്നു തന്ന ശ്ലീഹായാണ് മാർത്തോമാ ശ്ലീഹ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതകൾക്ക് പ്രകാശം നൽകുവാൻ വേണ്ടി മിശിഹായുടെ പ്രകാശവുമായി ഭാരതത്തിലേക്ക് വന്ന ശ്ലീഹ മാർത്തോമാ ശ്ലീഹ. മാർത്തോമാ ശ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈശോ പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പിതാവിന്റെ പക്കലേക്കുള്ള ഏക മാർഗം ഈശോ മിശിഹായാണ്. കാരണം അനാദിയിലെ പിതാവിനോടുകൂടി ആയിരുന്നവൻ, ദൈവത്തോടുകൂടി ആയിരുന്നവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ വചനമായ അവിടുന്നിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. സകല വെളിപാടും നൽകിയത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിന്റെ വചനമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ വചനമാണ് അബ്രഹാമിനെ വിളിച്ചത്. ദൈവത്തിന്റെ വചനമാണ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത്. ദൈവത്തിന്റെ വചനമാണ് ഇസ്രായേലിനെ ചരിത്രത്തിലൂടെ നയിച്ചത്. ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ഈശോ മിശിഹ. ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെ ഉണ്ടായി. അതിനാൽ തന്നെ മിശിഹ ഏക രക്ഷകൻ എന്ന് പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചതുകൊണ്ടാണ്. പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നാം ശ്രവിക്കുന്നുണ്ട്, മിശിഹ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരോടും സുവിശേഷം പ്രസംഗിച്ചുവെന്ന്. പൗലോസ് ശ്ലീഹ വിദൂരസ്ഥർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ജനതകളെയും, സമീപസ്ഥർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുമാണ്. അനാദിയിലെ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് സൃഷ്ടപ്രപഞ്ചത്തിലൂടെയായിരുന്നു. സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്നും എല്ലാ ജനതകളും ദൈവാന്വേഷണം നടത്തി. എന്നാൽ സത്യദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യകുലം പരാജയപ്പെടുന്നു. ദൈവം അതിസ്വാഭാവികമായ മനുഷ്യകുലത്തിലേക്ക് ഇടപെട്ട ഇസ്രായേൽ ജനതയിലൂടെ തന്നെ വെളിപ്പെടുത്തി. അപ്രകാരം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഇസ്രായേൽ ജനം കൂടുതൽ സമീപസ്ഥരായി മാറി. ഇസ്രായേൽ ജനതയിലൂടെ നൽകിയിരുന്ന ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ഈശോ മിശിഹായിലൂടെ നൽകിയത്. പ്രകാരം ഈശോ മിശിഹായിലൂടെ വിദൂരസ്ഥരും സമീപസ്ഥരും ഒന്നായി മാറി എന്ന പൗലോസ് ശ്ലീഹ പറയുന്നത്. മിശിഹായിൽ എല്ലാവരും ദൈവമക്കളായി മാറുന്നു. അപ്രകാരം ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ എല്ലാ ജനതകളും ഈശോ മിശിഹായാൽ രക്ഷിക്കപ്പെടുന്നു. ഈശോ മിശിഹ നൽകുന്ന സുവിശേഷം എല്ലാ മനുഷ്യനും രക്ഷയുണ്ട് എന്നുള്ളതാണ്. മാലാഖമാർ പറഞ്ഞത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള സുവിശേഷം ആണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് എന്ന് മാലാഖമാർ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാ മനുഷ്യർക്കും വേണ്ടി മിശിഹ മനുഷ്യനായി അവതരിച്ചു. മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസം സകല മനുഷ്യരും മിശിഹായിൽ ഒന്നാണെന്നും മിശിഹായിലൂടെ എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് എന്നുള്ള സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ മിശിഹ ഏക രക്ഷകനാണെന്ന് പ്രഘോഷിക്കുവാനും എല്ലാവർക്കും രക്ഷ നൽകുന്ന ഈശോയെ പ്രഘോഷിക്കുന്നതിന് നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.